നല്ല അഭിപ്രായമാണ് എല്ലാരും പറയുന്നതെന്ന് പറയുന്നത്. അപ്പൊ സന്തോഷം. അതെ അതെ, ഇതാണ് ഡയറക്ടറിന്റെ അടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടു തോന്നി? അടിപൊളി. അതെ, എല്ലാരും നല്ല അഭിപ്രായം പറയട്ടെ. എല്ലാരും നല്ല അഭിപ്രായം പറയട്ടെ. ഇല്ല, ഇപ്പൊ യൂട്യൂബ് ഒക്കെ വിട്ടിട്ട് കുറച്ചു കാലമായി. അതെ 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 അതെ, സിനിമ ഇതൊക്കെ രക്ഷപ്പെടാൻ നോക്കുന്നു. റോഷനും ഞാൻ ആക്ച്വലി 2017 മുതൽ ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഒരുമിച്ചൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമ്മള് ഒരുമിച്ച് ചെന്നൈയിൽ തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് തിയേറ്റർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ചെന്നൈയില്. നമ്മൾ വിചാരിച്ചു നാച്ചുറലി തിയേറ്ററിലൂടെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ സിനിമയാണ് ആദ്യമായിട്ട് നടന്നത്. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വെരി വെരി ഹാപ്പി അബൌട്ട് എന്തേ. അതെ അതെ, ഏത് സിനിമയും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അതിന്റെ ഇമ്പാക്ട് വേറെ ലെവലിൽ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അയ്യോ, അത് നമ്മൾ തന്നെ അഭിപ്രായം പറയുന്നത് മോശമാണല്ലോ. കുറച്ച് നാളായി ഈ പടം ചെയ്തിട്ട്. അപ്പൊ എനിക്ക് ഫ്രഷ് ആയിട്ട് ഇരുന്ന് കാണുന്ന പോലെയൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷ ഞാൻ വന്നത്. പക്ഷെ പടം തുടങ്ങി എനിക്കെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഒബ്ജക്ടിവിറ്റി ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ കണ്ടെൻജോയ് ചെയ്തു. ഇപ്പോ ഒരു സാധാരണ നമ്മൾ സ്ഥിരം കാണുന്ന സിനിമകളുടെ മൂടൊന്നും അല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നി. സാറിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. അല്ല, അത് ആ കമ്പാരിസൺ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് വേറൊരു രീതിയിലൂടെ വേറൊരു ഡയറക്ഷനിലേക്ക് വെരി വെരി ഹാപ്പി. ഇത് 2 വർഷം മുന്നേ ഷൂട്ട് ചെയ്ത പടമാണ്. ആൻഡ് ആ സമയത്ത് ഞാൻ ആട്ടത്തിന് ശേഷം ചെയ്ത പ്രോജക്ട് വർക്കാണിത്. വളരെ വളരെ ഹാപ്പിയാണ് അത് ഫൈനലി ബിഗ് സ്ക്രീനിലേക്ക് എത്തിയതുകൊണ്ട്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണുക. ഇത് ഒരു ചെറിയ ലൈറ്റ് ഹാർട്ടഡ് ഫൺ സോണിലുള്ള ഒരു പടമാണ്. I hope everyone likes it. എല്ലാ പടവും നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അതിന് വേറൊരു ഇമ്പാക്ട് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായാലും ഉണ്ടായിരുന്നു. എന്ത് ഈ കാണാനുള്ള പ്രേക്ഷകരോട് ഇറ്റ്സ് എ ഫൺ ലൈറ്റ് ഹാർട്ടഡ് സോണിലുള്ള ഒരു പടമാണ്. കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് റൊമാൻസ്, കുറച്ച് ഡ്രാമ. ഇപ്പോ കൂടുതലും നമ്മൾ കാണുന്നത് ത്രില്ലേഴ്സ് ആണ്. അപ്പൊ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പടമാണിത്. എല്ലാവരും പോയി തിയേറ്ററിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. റൊമാൻറ്റിക് ഫസ്റ്റ് ഹാഫ് ശരിക്കും റൊമാൻറ്റിക് ആണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് കോമഡി ഉണ്ട്. പിന്നെ റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. എല്ലാം കൊണ്ടും ഡിഫറെൻറ്റ് മൂവി. കോമഡി മൂവിയാണ്, ക്ലീശ മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ കാണുന്ന മൂവിയാണ്. ലാഗ് ഒട്ടുമില്ല. എല്ലാം കൊണ്ട് നല്ല മൂവി. മൂവി കണ്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടു.